അപ്പൊ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ഏറ്റവും മികവാർന്നൊരു വിജയം അങ്കമാലിയിൽ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും സഹായ സഹകരണം, ആത്മാർത്ഥമായ പിന്തുണ, പ്രോത്സാഹനം എല്ലാം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ശരി, ഞങ്ങള് വളരെ സന്തോഷപൂർവ്വം അങ്കമാലിയിൽ ആത്മവിശ്വാസത്തോടെ അത്യാവേശപൂർവ്വമാണ് അങ്കമാലിയിലെ പൊതുജനങ്ങൾ, പൊതുപ്രവർത്തകരൊക്കെ എന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിച്ചിട്ടുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും മുന്നിൽ നിർത്തുന്ന എന്ത് വിഷയത്തിലും മുന്നിലായിരിക്കും പ്രചാരണം? അങ്കമാലി ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്കമാലിയിലും പെരുമ്പാവൂരും ഒക്കെ 10 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വികസന സംസ്കാരമുണ്ട്. എല്ലാവരും യോജിച്ച് സഹകരിച്ച് അതിർത്തി തർക്കം അതിർത്തിയിൽ നിർത്തിക്കൊണ്ട് വികസന കാര്യങ്ങളിൽ, പൊതുവിഷയങ്ങളിൽ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ യോജിച്ചും സഹകരിച്ചും പ്രവർത്തിക്കുക. ആ ഒരു സംസ്കാരം വീണ്ടും അവിടെ ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ടല്ലോ, ഗതാഗത പ്രശ്നങ്ങൾ, അതുപോലെ പൊതുമേഖല സ്ഥാപനങ്ങൾ, ടൂറിസം രംഗത്തെ വിഷയങ്ങൾ, അതിലെല്ലാം കുറേയേറെ കാര്യങ്ങൾ അവിടെ നിർവഹിക്കാൻ കഴിയും. കാരണം കാലടി, മലയാറ്റൂര്, പെരിയാറ്, ചാലക്കുടിപ്പുഴ എല്ലാം ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് അങ്കമാലി. വികസനത്തിന് പോരായ്മ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതര മണ്ഡലങ്ങളിൽ ആർജിച്ചെടുത്ത നേട്ടങ്ങൾക്കനുസൃതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നേരത്തെ തുടങ്ങി വെച്ചോ പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളൊരു പരിമിതിയാണ് പൊതുവിൽ അവിടെ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. ആ രീതിയിൽ ഉള്ള ഒരു കേരളത്തിന്റെ ഇതര ഭൂപ്രദേശങ്ങളിലെ പോലെ അങ്കമാലിക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഭാവിയിൽ മെട്രോ എല്ലാം കൊണ്ടുവരാൻ പോകുന്നു, വിമാനത്താവളത്തിന്റെ സാമീപ്യം, അങ്ങനെയുള്ള വലിയ വികസനാവശ്യങ്ങളുള്ള ഒരു പട്ടണമാണ് അങ്കമാലി. പഞ്ചായത്തുകൾ ഇപ്പോൾ വന്യജീവി ആക്രമണം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതിലെല്ലാറ്റിലും സജീവമായി ഇടപെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.